ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ആദ്യമേ സ്തുതിക്കാം. നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പെ ആൻഡ് ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അസാധ്യമെന്ന് തോന്നിയ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ലേ? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രതിസന്ധികൾ, തകർന്ന സ്വപ്നങ്ങൾ, അടഞ്ഞ വാതിലുകൾ, അങ്ങനെ ഏറെ പ്രയാസങ്ങൾ, അസാധ്യതമായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കൺമുൻപിലെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് ഇനി ഇതിനൊരു പരിഹാരമില്ല, എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് കരുതി നമ്മൾ നിരാശപ്പെട്ടിരിക്കാറില്ലേ? പലപ്പോഴും നമ്മുടെ ബാങ്ക് അക്കൗണ്ടോ ഡോക്ടർ റിപ്പോർട്ടോ അല്ലെങ്കിൽ സമൂഹമോ നമ്മുടെ മുമ്പിൽ വിജയത്തിൻ്റെ എല്ലാ വാതിലുകളും അടച്ചു കളയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കാറ്? പ്രിയ സഹോദരി സഹോദര, മനുഷ്യൻ്റെ ബുദ്ധിയും ശക്തിയും അവസാനിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത് എന്ന് അമ്മയെ ഓർമ്മിപ്പിക്കുന്ന, ഹൃദയത്തിന് വറ്റാത്ത ധൈര്യം നൽകുന്ന ശക്തമായ ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മർക്കോസ് 10:27 വചനം ഇപ്രകാരമാണ്: യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലാതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. AD 55-65 അപ്പോസ്തലനായ പത്രോസിന്റെ പ്രധാന അനുയായിയായിരുന്ന മർക്കോസ് എഴുതിയ സുവിശേഷമാണിത്. വിശുദ്ധ മർക്കോസ് യേശുവിൻ്റെ ശക്തിയും അത്ഭുതങ്ങളും അധികാരവും പ്രത്യേകമായി അവതരിപ്പിക്കുന്നു. കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ആദ്യകാല വിശ്വാസികൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകിയ ഒരു വചനമാണ് ഇത്. യേശുക്രിസ്തു യെരുശലേമിലേക്കുള്ള യാത്രാമധ്യേ സമ്പന്നനായ ഒരു യുവ ഭരണാധികാരി അവനെ ഓടി വന്ന് കണ്ട് വണങ്ങി, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഗുരോ എന്ന് ചോദിക്കുന്നതാണ് ഈ വചനത്തിന്റെ പശ്ചാത്തലം. നിന്റെ സകല സമ്പത്തും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ ആ യുവാവ് ദുഃഖത്തോടെ അവിടെ നിന്നും പിന്തിരിഞ്ഞു പോയി. കാരണം അവൻ ദൈവത്തെക്കാൾ കൂടുതൽ ആശ്രയിച്ചത് തൻ്റെ സമ്പത്തിലായിരുന്നു. അവൻ ഒത്തിരി പണമുള്ളവനായിരുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, എങ്കിൽ പിന്നെ ആർക്കാണ് രക്ഷിക്കപ്പെടാൻ കഴിയുക? ശിഷ്യന്മാരുടെ ആ ആശങ്ക നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് യേശു തമ്പുരാൻ ഈ വാക്യം പറയുന്നത്. പ്രിയ സഹോദരി സഹോദര, ഈ വചനത്തിൽ യേശുക്രിസ്തു നമ്മുടെ പ്രശ്നങ്ങളുടെ വലിപ്പത്തെ തള്ളിക്കളയുന്നില്ല. അവൻ വ്യക്തമായി സമ്മതിക്കുന്നു, മനുഷ്യർക്ക് അത് അസാധ്യം തന്നെ. അതെ, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ പല പ്രതിസന്ധികളെയും മറികടക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ പൂർണ്ണമായും തോറ്റുപോയെന്ന് തോന്നുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇത്തരം സാഹചര്യങ്ങൾ നമ്മെ നിരാശപ്പെടുത്താം. പക്ഷേ അത്തരം നിമിഷങ്ങളിൽ യേശുവിൻ്റെ ഈ വാക്കുകൾ പ്രത്യാശ നൽകുന്നു: ദൈവത്താൽ എല്ലാം സാധ്യമാണ്. എന്നാൽ വചനത്തിൻ്റെ അടുത്ത ഭാഗം നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്നു. ദൈവത്തിനോ അങ്ങനെയല്ല, ദൈവത്തിന് സകലവും സാധ്യമല്ലോ. മനുഷ്യർ അസാധ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കാര്യങ്ങളെ സാധ്യമാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ ഒരൊറ്റ നിമിഷം മതി. നമ്മുടെ കഴിവുകൾക്ക് പരിധിയുണ്ട്, നമ്മുടെ അറിവിന് പരിധിയുണ്ട്, നമ്മുടെ വിഭവങ്ങൾക്ക് പരിധിയുണ്ട്. എന്നാൽ ദൈവത്തിന് ഒരു പരിധികളുമില്ല. മോശയുടെ മുമ്പിൽ ചെങ്കടൽ വലിയൊരു പ്രശ്നമായിരുന്നു. ദാവീദിന്റെ മുന്നിൽ ഗോലിയാത്ത് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. ദാനിയേലിൻ്റെ മുന്നിൽ സിംഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം എല്ലാ സ്ഥലത്തും വഴി തുറന്നു കൊടുത്തു. ഇന്ന് പലരും അസാധ്യമായി തോന്നുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ചിലർ ജോലി അന്വേഷിക്കുന്നു, ചിലർ ബിസിനസ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, ചിലർ രോഗത്തോട് പോരാടുന്നു, ചിലർ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ നമ്മൾക്കും ഒരു വലിയ വെല്ലുവിളി നേരിടേണ്ടി വരികയായിരിക്കും. മറ്റുള്ളവർ പറയാം, ഇത് നടക്കില്ല, ഇത് അസാധ്യമാണ്. പക്ഷേ യേശു പറയുന്നു, ദൈവത്താൽ എല്ലാം സാധ്യമാണ്. എന്താണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്നത്? ഒന്ന്, സാഹചര്യങ്ങൾ നമ്മുടെ ഭാവിയെ നിർണയിക്കരുത്. ഇന്നത്തെ അവസ്ഥ നമ്മുടെ അവസാനമല്ല, ഇതൊരു ആരംഭമായിട്ട് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഭാവിയെ സമർപ്പിച്ചു കൊടുക്കുക. നമ്മുടെ പരിധികളെക്കാൾ ദൈവത്തിൻ്റെ ശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതകളെക്കാൾ വളരെ വലുതാണ്. 3, വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. വിശ്വാസം എന്നത് വെല്ലുവിളികളെ നിഷേധിക്കുന്നതല്ല, ദൈവം അതിനേക്കാൾ വലുതാണെന്ന് നാം വിശ്വസിക്കുന്നതാണ്.
4, ദൈവത്തിൻ്റെ സമയത്തെ വിശ്വസിക്കുക. ദൈവം ഒരിക്കലും വൈകുന്നില്ല. അവൻ്റെ സമയം ഏറ്റവും മികച്ചതാണ്. നമ്മുടെ പ്രതിസന്ധികളെ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ താൽക്കാലിക നിയമങ്ങൾക്കപ്പുറം ദൈവീകമായ കൃപയുടെ നിയമങ്ങൾക്ക് കീഴിലാവുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മെ ഒന്നിനും കൊള്ളരുതാത്തവരായി ചുമ്മാതിരിക്കാനല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് വലിയൊരു ദൈവിക പിന്തുണ പിറകിലുണ്ടെന്ന ധൈര്യത്തോടെ ജീവിതത്തിൽ കഠിനമായി പരിശ്രമിക്കാനാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. കാരണം അസാധ്യമായ സാഹചര്യങ്ങളെ മാറ്റിമറിച്ച് മരണത്തെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ ആ യേശു ക്രിസ്തുവാണ് നമ്മോട് കൂടെയുള്ളത്, നമുക്ക് മാതൃകയായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പരിമിതികളെ നോക്കി ഭയപ്പെടുന്നത് നിർത്തുക. അവൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. അസാധ്യമായതിനെ അവിടുന്ന് സാധ്യമാക്കി തരും. ലോകം അസാധ്യമെന്ന് പറയും, സാഹചര്യങ്ങൾ നിരാശപ്പെടുത്തും, മനുഷ്യർ പ്രതീക്ഷ നഷ്ടപ്പെടുത്താം. പക്ഷെ ദൈവം ഇന്ന് പ്രവർത്തിക്കുന്നു, നാളെയും പ്രവർത്തിക്കും. അതിനാൽ പ്രത്യാശ കൈവിടരുത്, വിശ്വാസം നഷ്ടപ്പെടുത്തരുത്, പ്രാർത്ഥന നിർത്തരുത്. ദൈവത്തിൽ ആശ്രയിക്കുക. കാരണം ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇന്നു മുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന മക്കളെയും ഇത് പങ്കുവയ്ക്കുന്നവരെയും ഈ നിമിഷത്തിൽ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ കർത്താവെ. അവർക്ക് അസാധ്യമായി എന്ന് തോന്നുന്ന സകല കാര്യങ്ങളും അങ്ങയുടെ തൃപാദത്തിലേക്ക് ഫലമേൽപ്പിക്കുന്നു. ജീവിതത്തിൽ നിരാശ കൊണ്ട് ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയാതെ പകച്ചു നിൽക്കുന്ന മക്കളെ, സാമ്പത്തിക ഞെരുക്കങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, രോഗികളായിട്ട് വേദന കൊണ്ട് പൊളയുന്ന മക്കൾക്ക് ആശ്വാസം നീ നൽകണമേ കർത്താവേ. കടഭാരങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, കർത്താവെ കുടുംബ ബന്ധങ്ങളിൽ കർത്താവെ ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന മക്കളെ, കർത്താവെ ഈ സഹോദരങ്ങളായിട്ട് മാതാപിതാക്കളായിട്ട് പ്രശ്നങ്ങളുള്ള എല്ലാവരെയും നിന്റെ തൃപാദത്തിലേക്ക് ഈ നിമിഷം സമർപ്പിക്കുന്നു. എത്ര തന്നെ വലിയ പ്രശ്നങ്ങളായിരുന്നാലും, എത്ര വേദനകളായിരുന്നാലും കർത്താവെ നിന്റെ ചിറയിന്മറയിൽ അവരെ മറയ്ക്കണമേ. ആശ്വാസകരങ്ങൾ നീട്ടി അവർക്ക് പരിഹാരം കാണിച്ചു കൊടുക്കണമേ കർത്താവെ. മനുഷ്യർക്ക് അസാധ്യമാണെന്നറിയാം, എങ്കിൽ നിനക്ക് സാധ്യമാണ് എല്ലാം കർത്താവെ. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് നിർവർത്തിച്ച് തന്നവനാണ് കർത്താവെ. ഞങ്ങളെ വഴി നടത്തിയവനാണ്. പലപ്പോഴും ജഡിക മോഹങ്ങൾക്ക് അധീനരായി ജീവിച്ച് നിന്നെ മറന്നുകൊണ്ട് ഈ കർത്താവ് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മൊഴിയാടികളിൽ ജീവിച്ചു. എങ്കിലും നിന്റെ മഹാകരുണ നിമിത്തം, നിന്റെ സ്നേഹ നിമിത്തം ഞങ്ങളെ വീണ്ടും ചേർത്ത് നിർത്തിയവനാണ് നീ. അസാധ്യമായതെല്ലാം സാധ്യമാക്കുവാൻ നിനക്ക് സാധിക്കും കർത്താവെ. വചനം കേൾക്കുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇപ്പോൾ തന്നെ നീ കൊടുക്കണമേ. എത്ര വലിയ പ്രശ്നങ്ങളായിരുന്നാലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഇപ്പോൾ തന്നെ നീ കൊടുക്കണമേ. വെറും കൈയോടെ നിൻ്റെ മക്കളെ പറഞ്ഞു വിടരുതേ കർത്താവേ. അവരൊരായിരിക്കുന്ന സന്ദർഭങ്ങൾ എവിടെയായിരുന്നാലും നിൻ്റെ ചിറയിന്മറവിൽ മറയ്ക്കണമേ. പിശാച് അവരെ നോക്കുവാൻ ഇടവരുത്തരുത് കർത്താവേ. ഹൃദയ സമാധാനം കൊടുക്കണമേ. വഴികളെ നീ പറഞ്ഞു കൊടുക്കണമേ. നിൻ്റെ ചിറയിന്മറവിൽ മറയ്ക്കണമേ. സന്തോഷവും സമാധാനവും ഐശ്വര്യം കൊണ്ട് നിറയ്ക്കണമേ. നിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ കൊണ്ട് ഞാൻ അനുഗ്രഹിക്കണമേ കർത്താവേ. നീ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, ഇറങ്ങി വന്ന് അനുഗ്രഹിച്ചതിനായ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.